ഹായ് ഡിയേഴ്സ്, ഈ പാട്ടൊക്കെ പാടി എങ്ങോട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കേട്ടോ. ഞങ്ങൾ കോഴിക്കോട് വരെ പോവാണ്. ആക്ച്വലി വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കോഴിക്കോട് വരെ പോകുന്നത് കേട്ടോ. പക്ഷേ ആ ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് ബീച്ചിലും കൂടി പോയി കറങ്ങിയിട്ടൊക്കെ ഒന്ന് വരാമെന്ന് വിചാരിച്ചു. വെക്കേഷനൊക്കെ ആയിട്ട് എവിടെയും പോയിട്ടില്ല. അപ്പോൾ അവിടേക്കും കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറേ നാളായിട്ട് പറയണ ഒരു ആഗ്രഹമാണ് കേട്ടോ ബീച്ചിൽ പോകുക എന്നുള്ളത്. അച്ഛനും മക്കളൊക്കെ കുറേ ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. കാർ എടുത്തിട്ട് വരാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ പിന്നെ ഏട്ടന് കാർ എടുത്തത് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു കാറായിരുന്നു. അത് സെക്കൻഡ് ഹാൻഡ് കാറാണ്. പിന്നെ അത്ര ഇങ്ങോട്ട് കണ്ടീഷനിലല്ല. അപ്പോൾ അതുകൊണ്ട് ബസ്സിനാണ് വന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും അവിടെ എത്തിയ ഉടനെ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ആദ്യം തീർത്തിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് വീണ്ടും ബസ് കയറിയിട്ട് ബീച്ചിലെത്തി. ബീച്ചിൽ എത്തണതിന് തൊട്ട് മുന്നേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഏകദേശം 1:30 ആയിട്ടുണ്ടായിരുന്നു സമയം. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ബീച്ചിലേക്ക് എത്തിയത് കേട്ടോ. ബീച്ച് കണ്ടപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര കടലമ്മയൊക്കെ കോപിച്ചിരിക്കുന്ന സമയം എന്നാണ് തോന്നുന്നത്. അത്രയ്ക്കും ഭയങ്കര ഇങ്ങനെ ഒരു രീതിയിൽ ഞാൻ ഈ കടൽ കണ്ടിട്ടില്ല. ഒരു ശാന്തതയൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഒരു എന്താ പറയുക അവസ്ഥ. കണ്ടോ, ഇതായിരുന്നു അവസ്ഥ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ഇങ്ങോട്ട് തിരമാല വന്ന് അടിച്ച് കയറിയായിരുന്നു കേട്ടോ. വെള്ളം അങ്ങോട്ട് വന്നിട്ടേ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വെള്ളം വന്നിട്ട് ആകെ പാൻറ്റും ഷൂവും ഒക്കെ നനഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഒരു കോട്ടിട്ടിട്ട് കുറേ ഏട്ടന്മാർ അവിടെ അങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. എന്തേന്നൊന്നും അറിയില്ല. എന്തായാലും അതൊക്കെയായിരുന്നു അവിടുത്തെ അവസ്ഥ. പിന്നെ ഞങ്ങൾ കുറച്ച് കടലയൊക്കെ വാങ്ങി അത് കുറച്ചിങ്ങനെ അതിൽ നടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പം അങ്ങനെ കടലയൊക്കെ വാങ്ങി കഴിച്ചു. ഇത് വെറുതെ ഒരു പ്രഹസനം കാണിക്കാനുള്ളതാണ് കേട്ടോ. അതായത് വീഡിയോ എടുത്ത് പാട്ടൊക്കെ കുത്തിക്കയറ്റി എഡിറ്റ് ചെയ്യാനുള്ളൊരു അതിന് വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 പ്രാവുകളൊക്കെ പറക്കണുണ്ടല്ലേ, അതിൻ്റെ സ്വന്തം ക്യാമറയിൽ ഞാൻ എടുത്തായിട്ട് നല്ല ഭംഗിയില്ല കാണാൻ. ഒരേ ആട്ടിപ്പായിച്ചപ്പോൾ എനിക്ക് തന്നെ ഒരു സമാധാനമായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കടപ്പുറത്ത് ഇങ്ങനെ ചുറ്റി നടന്നു, കുറേ കളിച്ചു വെച്ചാൽ കുട്ടികളൊക്കെ അതേപോലെ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. വെള്ളത്തിൽ ഇറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഇറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറക്കി. കടലിൻ്റെ അവസ്ഥ കണ്ടിട്ടുണ്ട് ഇറങ്ങാൻ സമ്മതിക്കാഞ്ഞത്. പിന്നെ ഞങ്ങളിങ്ങനെ ബാത്റൂം പോവാച്ചിട്ട് പോവാണേ. പിന്നെ മാത്രമല്ല എന്തെങ്കിലും കഴിക്കാൻ പറ്റുകയാണെങ്കിൽ കഴിക്കും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ കഴിക്കാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. മഴയൊക്കെ ആയിട്ടേ ഒരു ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ നിന്ന് ഏട്ടൻ്റെ ചായയും എന്തായിരുന്നു പച്ചൻ കടി എടുത്തിരുന്നു പവി എൻ്റെ ഒരു സ്നാക്സും കൂടെ വാങ്ങി. ഞങ്ങൾ ഐസ്ക്രീമാണ് കഴിച്ചത് കേട്ടോ. ഐസ്ക്രീം കഴിച്ചു. അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു, രക്ഷയില്ല കേട്ടോ. നല്ല രസമാവില്ലേ വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ വന്ന് ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്ന് കാണാൻ ഭയങ്കര രസമാവില്ലേ, അടിപൊളിയാവും കേട്ടോ. പിന്നെ അടുത്തുള്ളവർക്കൊക്കെ ഭയങ്കര ഭാഗ്യം ചെന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ 2 ഐസ്ക്രീം വീതമാണ് കഴിച്ചു കേട്ടോ. അത് കഴിച്ച് അവിടെ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ മണലൊക്കെ ഒരുപാടുണ്ടായിരുന്നു. നമ്മുടെ വാനിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരമാല വന്നടിഞ്ഞപ്പോഴേ മണലൊക്കെ ഒരുപാട് കയറിയിട്ടുണ്ട്. അതൊക്കെ അങ്ങോട്ട് ഞാൻ തോർത്തും അങ്ങനെ ഒക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തട്ടിയൊക്കെ കളഞ്ഞു. കുട്ടികൾക്ക് എക്സ്ട്രാ പാൻറ്റൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും ഇട്ടുകൊടുത്തില്ല. തട്ടിക്കളഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴേക്കും അതൊന്ന് ജസ്റ്റ് ഉണങ്ങി. പിന്നെ ഞങ്ങൾ ആ ഒരു മരത്തിൻ്റെ സൈഡിലൊരു പൊത്തുണ്ട്, അതിൽ എലി ഉണ്ടായിരുന്നു. എലീൻ്റെ കുട്ടിയൊക്കെ പുറത്തിറങ്ങുന്നുണ്ടായിരുന്നു. പകൽ വെളിച്ചത്തിൽ നമ്മൾ എലീനെ എത്ര വ്യക്തമായിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ തോന്നണേ. അപ്പോൾ ഞങ്ങൾ അതിനെ നോക്കിയിരുന്നു കുറച്ച് നേരം. പിന്നെ ഞങ്ങൾ പോവാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾ പോരാനായ സമയമായപ്പോഴേക്ക് ഒരു 3-3:30 ആയപ്പോഴേക്കൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഓട്ടോ പിടിച്ച് പോയത് മിഠായി തെരുവിക്കാണ് കേട്ടോ. മിഠായി തെരുവിക്ക് കുറച്ച് നേരം അതിൽ ചുറ്റിക്കറങ്ങി നടക്കാമെന്നുള്ളൊരു പ്ലാനിൽ വന്നതാണ്. ഒരു രക്ഷയില്ല, കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ ഓരോ കടേൻ്റെ മുന്നിലും ഇങ്ങനെ കുറേ ചെക്കന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു.
അവിടുത്തെ സ്റ്റാഫുകളാണ്. അവരിങ്ങനെ അവിടേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ, പ്രൈസും, ഓരോ സാധനങ്ങളുടെ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരും കടയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ. വെറുതെ ചുറ്റിക്കറങ്ങാന്നുള്ളൊരു പ്ലാനിൽ അങ്ങനെ നടന്നു പോയതാണ്. പിന്നെ കുറേ അങ്ങോട്ട് എത്തിയപ്പോൾ ഇതാകണേ, ഈ ഒരു അഡിഡാസിൻ്റെ ടീഷർട്ടാണ് കേട്ടോ. 150 രൂപയാണ് ഒന്നിന് റേറ്റ്. അപ്പോൾ കണ്ടപ്പോൾ നല്ല നല്ല മെറ്റീരിയലും നല്ല ക്വാളിറ്റിയുള്ള ഇതായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ അങ്ങനെ ഏട്ടൻ 2 ടീഷർട്ട് വാങ്ങി. പിന്നെ കുട്ടികളെ കുറച്ച് ഡ്രസ്സുകളോടെ കിടക്കണ്ടായിരുന്നു. 30 രൂപയാണ് ഒരു ഡ്രസ്സിന്. അത് പിന്നെ തിരഞ്ഞെടുക്കേ വേണം കേട്ടോ, കാരണം ഒരുപാട് കൂട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇതാക്കണേ ചോക്ലേറ്റ്. അപ്പോൾ അവയ്ക്ക് ചോക്ലേറ്റ് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കണ്ടേ വന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ചോക്ലേറ്റ് വാങ്ങി. പിന്നെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മാനാഞ്ചിറ മൈതാനത്തേക്കാണ് കേട്ടോ. പെട്ടെന്നൊക്കെ കിട്ടിയില്ലേ. അപ്പോൾ അവിടെ കുറച്ച് നേരം ഒന്ന് പോയിരുന്നു. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്, നല്ല ഭംഗി, എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് നേരെ ബസ് കയറി നമ്മുടെ നാട്ടിലെത്തി, നിലമ്പൂരെത്തി. അപ്പോൾ രാത്രി ഒരു 9-9:30 ആവാനായിട്ടുണ്ട്. എന്തായാലും അവിടെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. കുഴിമന്തിയാണ് കഴിച്ചത്. അപ്പോൾ അങ്ങനെ അടിപൊളിയായിരുന്നു ഇന്നത്തെ ഈ ഒരു ദിവസം കേട്ടോ. ഇങ്ങനെ ചെറിയ ട്രിപ്പൊക്കെ പോകണം ലൈഫിലല്ലേ, ഹാപ്പി ആവാൻ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകട്ടെ. ടാറ്റാ, ബൈ.